ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. അതുപോലെ കഥാസാഗരമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. കഥാസാഗരം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛിക്കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരും. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു നാടോടി കഥയാണ്. ദൈവവും രാജാവും എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു നാടോടി കഥ. അപ്പോൾ കഥയിലോട്ട് കടന്നാലോ? പണ്ട് ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ രാമലു എന്നൊരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. രാമലു നിർധനനായ ഒരു ബ്രാഹ്മണനായിരുന്നു. ദാരിദ്ര്യം അയാളെ വല്ലാതെ കഷ്ടപ്പെടുത്തി. ദാരിദ്ര്യം സഹിക്കവയ്യാതെ ഒരിക്കൽ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങേക്ക് അനുജനെ ചെന്നൊന്ന് കണ്ടുകൂടെ? അവൻ എന്തെങ്കിലും തന്ന് സഹായിക്കാതിരിക്കില്ല. രാമലുവിൻ്റെ ഭാര്യ എന്നും ഈ പല്ലവി ആവർത്തിക്കും. അയാൾ ചെവി കൊടുക്കില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, രാമലുവിന് അനുജനെ ബുദ്ധിമുട്ടിക്കാൻ തീരെ ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് അയാൾ ഭാര്യയുടെ വാക്കുകൾ കേട്ടതായി ഭാവിക്കാറില്ല. പക്ഷേ വീട്ടിലെ കഷ്ടപ്പാടും ദുരിതവും അനുദിനം കൂടിയപ്പോൾ രാമലു അനിയനെ ചെന്ന് കാണാൻ തീരുമാനിച്ചു. രാമലുവിൻ്റെ അനുജൻ ധനവാനായിരുന്നു. അകലെയുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. അവിടെ എത്താൻ കൊള്ളക്കാരുള്ള ഒരു കൊടുങ്കാട് കടക്കണമായിരുന്നു. പക്ഷേ കയ്യിൽ പണമൊന്നുമില്ലാതിരുന്നത് കൊണ്ട് രാമലുവിന് കാട്ടിലൂടെ നടക്കാൻ ഒരു ഭയവും ഉണ്ടായില്ല. ഒരു കൊള്ളക്കാരനും അയാളെ പിടിച്ചു നിർത്തിയതുമില്ല. അതിരാവിലെ നടന്നു ക്ഷീണിച്ച് കയറി വന്ന രാമലുവിനെ കണ്ടപ്പോൾ അനുജന് സഹിച്ചില്ല. അയാൾ ഓടിച്ചെന്ന് ചേട്ടനെ കെട്ടിപ്പിടിച്ചു. രാമലുവിൻ്റെ ദയനീയ രൂപം കണ്ട് അനുജൻ പൊട്ടിക്കരഞ്ഞു. ചേട്ടൻ കുറേ ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി, അനുജൻ നിർബന്ധിച്ചു. പറ്റില്ല അനുജ, വീട്ടിൽ നിന്റെ ചേട്ടത്തിയമ്മയും കുഞ്ഞുങ്ങളും തനിച്ചാണ്. അവർ കഷ്ടപ്പെടുമ്പോൾ എനിക്കിവിടെ എങ്ങനെ സൂചിച്ച് കഴിയാൻ പറ്റും? രാമലു ചോദിച്ചു. സാരമില്ല ചേട്ടാ, എല്ലാത്തിനും ഒരു വഴിയുണ്ടാക്കും. ചേട്ടൻ സമാധാനത്തോടെ ഇരിക്കൂ, അനുജൻ രാമലുവിനെ ആശ്വസിപ്പിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ രാമലു തൻ്റെ വീട്ടിലേക്ക് പോകാനൊരുങ്ങി. പക്ഷേ അനുജൻ രാമലുവിന് പണമോ അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും എന്തെങ്കിലും സമ്മാനമോ നൽകിയില്ല. അതിൽ ചേട്ടന് വല്ലാത്ത വിഷമം തോന്നി. പക്ഷേ അയാളത് പുറത്തു കാണിച്ചില്ല. രാമലു അനുജൻ്റെ ഭാര്യയോടും മക്കളോടും യാത്ര പറഞ്ഞിറങ്ങി. വഴി കാട്ടാൻ അനുജൻ കൂടെ ചെന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അനുജൻ പറഞ്ഞു, ചേട്ടാ, ഞാൻ ചേട്ടന് പണമോ മറ്റ് സാധനങ്ങളോ തരാത്തത് മനഃപൂർവ്വമാണ്. കൊള്ളക്കാരുള്ള ഒരു വനത്തിലൂടെയാണ് ചേട്ടന് കടന്നു പോകേണ്ടതെന്ന് അറിയാമല്ലോ. നമ്മുടെ കയ്യിൽ എന്തുണ്ടായാലും അവർ തട്ടിപ്പറിക്കും. അതുകൊണ്ട് ചേട്ടന് ഞാനൊരു രത്നക്കല്ല് തരാം. ചേട്ടനിത് ഇപ്പോൾ തന്നെ വിഴുങ്ങണം. നാട്ടിലെത്തിയ ശേഷം ഇത് പുറത്തെടുത്ത് വിറ്റ് പണമാക്കാം. അനുജൻ തൻ്റെ മടിശീലയിൽ നിന്ന് ഒരു രത്നക്കല്ലെടുത്ത് രാമലുവിന് കൊടുത്തു. സന്തോഷം കൊണ്ട് രാമലുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അയാൾ അപ്പോൾ തന്നെ രത്നക്കല്ല് വിഴുങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കള്ളൻ മരക്കൊമ്പിലിരിക്കുന്നുണ്ടായിരുന്നു. അവന് സന്തോഷമായി. രാമലുവിൻ്റെ കൂടെ കൂടി കാട്ടിലെവിടെയെങ്കിലും വെച്ച് അയാളെ വകവരുത്തി രത്നം കൈക്കലാക്കാമെന്ന് കള്ളൻ കണക്ക് കൂട്ടി. രാമലു പാതി വഴിയിലെത്തിയപ്പോൾ കള്ളനൊരു വഴിയാത്രക്കാരനെ പോലെ അയാളുടെ കൂടെ കൂടി. അവർ അന്യോന്യം പരിചയപ്പെട്ടു. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ ഒത്തു നടന്നു. പെട്ടെന്ന് മരങ്ങൾക്കിടയിൽ നിന്ന് ഏതാനും കൊള്ളക്കാർ അവരുടെ മുന്നിൽ ചാടി വീണു. അവരുടെ രൂപം ഭയാനകമായിരുന്നു. നീട്ടിയ മുടിയും താടിയും ചുവന്ന കണ്ണുകളും. അവർ കടാരകൾ നീട്ടി അലറി, ജീവൻ വേണമെങ്കിൽ കയ്യിലുള്ളതൊക്കെ മര്യാദയ്ക്ക് തന്നോ? എൻ്റെ കയ്യിൽ ഒന്നുമില്ല, രാമലു കൈമലർത്തി. എൻ്റെ കയ്യിലും ഒന്നുമില്ല, കള്ളനും പറഞ്ഞു. കൊള്ളക്കാർ അവരുടെ ശരീരം പരിശോധിച്ചു. ശരിയാണ്, ഇവരുടെ കയ്യിൽ ഒന്നുമില്ല, പരിശോധിച്ച ഒരു കൊള്ളക്കാരൻ പറഞ്ഞു. വിലപിടിപ്പുള്ളത് വല്ലതുമുണ്ടെങ്കിൽ അവർ വിഴുങ്ങിക്കാണും, കൂട്ടത്തിൽ ഒരു കൊള്ളക്കാരൻ പറഞ്ഞു. അതും ശരിയാ, നമുക്കിവരുടെ വയറ് കീറി നോക്കാം, കൊള്ളക്കാരുടെ തലവൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കള്ളനും രാമലുവും ഒരുപോലെ ഞെട്ടി. പക്ഷേ രാമലു ധൈര്യം സംഭരിച്ചു. എന്തും വരട്ടെ എന്ന് കരുതി മിണ്ടാതെ നിന്നു. എന്നാൽ കള്ളന് വല്ലാത്ത കുറ്റബോധം തോന്നി. രാമലുവിൻ്റെ വയറ് കീറി രത്നമെടുക്കാനാണ് താൻ അയാളോട് ലോഹ്യം പറഞ്ഞു കൂടിയത്. എന്നാൽ ഇപ്പോൾ തൻ്റെ കുടല് തന്നെ പുറത്താകുമെന്ന അവസ്ഥയിലാണ്. ഒരു പാവത്തെ വഞ്ചിക്കാൻ പോയതിന് ദൈവം തന്ന കൂലിയാണിത്. രാമലുവിനോട്
ക്രൂരത കാട്ടാൻ തീരുമാനിച്ചതിന് പ്രായശ്ചിത്തം ചെയ്യാൻ കള്ളൻ തീരുമാനിച്ചു. സഹോദരന്മാരെ, ആദ്യം എൻ്റെ വയറ് തന്നെ കീറിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും എന്തെങ്കിലും വയറ്റിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന്. കള്ളൻ മുന്നോട്ട് വന്നു. ഇത് കണ്ടപ്പോൾ ബ്രാഹ്മണന് അയാളോട് സഹതാപം തോന്നി. തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഈ വഴി യാത്രക്കാരൻ മരിക്കാൻ തയ്യാറാകുന്നത്. അപ്പോൾ അയാളെ രക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് രാമലു നിശ്ചയിച്ചു. വേണ്ട, എൻ്റെ വയർ കീറിക്കോളൂ, കിട്ടുന്നത് എടുത്തോളൂ. ഈ പാവത്തിനെ വെറുതെ വിടൂ. തൻ്റെ വയറ്റിലെ രത്നം കിട്ടിയാൽ സഹയാത്രികനെ കൊള്ളക്കാർ വിടുമെന്ന് രാമലു കരുതി. ഇത് കേട്ടപ്പോൾ കള്ളൻ്റെ മനസ്സ് കൂടുതൽ അലിഞ്ഞു. വേണ്ട, എൻ്റെ വയർ കീറൂ, കള്ളൻ പറഞ്ഞു. വേണ്ട വേണ്ട, എൻ്റെ വയർ കീറൂ, രാമലു നിർബന്ധിച്ചു. എൻ്റെ വയർ വേണ്ട, എൻ്റെ വയർ. രണ്ടുപേരുടെയും ബഹളം കേട്ട് കൊള്ളത്തലവന് പൊറുതിമുട്ടി. നിർത്ത്, അയാൾ അലറി. ഓടിക്കോ രണ്ടെണ്ണം, ഇനി ഈ വഴിയിൽ കണ്ടുപോകരുത്. രാമലുവും കള്ളനും അവസരം പാഴാക്കിയില്ല. രണ്ടുപേരും ഗ്രാമം ലക്ഷ്യമാക്കി ഓടി. കാട് കഴിഞ്ഞപ്പോൾ കള്ളൻ രാമലുവിനോട് നേര് പറഞ്ഞു. ഞാൻ നിങ്ങളെ കൊന്ന് രത്നം കവരാൻ കൂടിയതാണ്. പക്ഷേ നിങ്ങളുടെ പെരുമാറ്റം എൻ്റെ മനസ്സ് മാറ്റി. സ്നേഹിത, നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവൻ തിരികെ കിട്ടിയത്. അതുകൊണ്ട് എൻ്റെ വയറ്റിൽ കിടക്കുന്ന രത്നത്തിൻ്റെ പകുതി അവകാശം നിങ്ങൾക്കുമുണ്ട്, രാമലു പറഞ്ഞു. അതോടുകൂടി കള്ളൻ തൻ്റെ ദുശ്ശീലം വെടിഞ്ഞു. രത്നം വിറ്റ് കിട്ടിയ ധനം കൊണ്ട് രാമലുവും കള്ളനും സന്തോഷത്തോടെ ജീവിച്ചു. ഇത്രയുമാണ് കഥ. എങ്ങനെയുണ്ട് കഥ? ഒരു ആന്ധ്രാപ്രദേശ് നാടോടിക്കഥ. നമ്മൾ പലപ്പോഴും വില്ലന്മാരെ അല്ലെ സിനിമയിലൊക്കെ കാണുമ്പോൾ വില്ലന്മാർ എപ്പോഴും ക്രൂരതയുടെ പര്യായമാണ്. അവർക്ക് ക്രൂരത മാത്രമേ ചെയ്യാൻ അറിയത്തുള്ളൂ, വേറൊന്നുമില്ല. അവർക്ക് മാനസികമായിട്ട് വേറെ വികാരങ്ങളൊന്നുമില്ല എന്നൊക്കെ നമ്മൾ ധരിക്കും. എല്ലാം ചില നിമിഷങ്ങളുടെ സംഭാവനയാണ് അല്ലേ ക്രൂരത എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സാധാരണ മനുഷ്യരാകും. ചിലപ്പോൾ സാധാരണ മനുഷ്യരെ കണക്ക് സ്നേഹവും സഹതാപവും കുറ്റബോധവും വാത്സല്യവും അല്ലേ, കുടുംബത്തോടുള്ള വാത്സല്യം ഒക്കെ അവർക്കും കാണും. മാനസികമായ എല്ലാ വികാരങ്ങളും അടങ്ങുന്നവരാണ് അല്ലേ നമ്മൾ ഈ പറയുന്ന കൊലപാതകികളും വഞ്ചകരും ഒക്കെ. ചില തെറ്റായ തീരുമാനങ്ങൾ, ചില നിമിഷങ്ങളിലെ ചിന്തകൾ, ചില നിമിഷങ്ങളിലെ എടുത്തുചാട്ടങ്ങൾ, ഇതൊക്കെയാണ് പലപ്പോഴും കുറ്റങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ കുറ്റത്തിന് കാരണമാകുന്നത്. ചിലർക്ക് ഹാബിച്വലായിട്ട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും ചില കുറ്റകൃത്യങ്ങൾ ചെയ്യുക. ചിലപ്പോൾ ചിലർക്ക് കണ്ടിട്ടില്ലേ, മോഷ്ടിക്കുക എന്ന് പറയുന്നത് അത് സൈക്കോളജിക്കലി മാനസികമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതായത് ക്ലെപ്റ്റോമാനിയ. അതൊരു മാനസിക അസുഖമാണ് അല്ലേ, ഒരു ഡിസോർഡറാണ്. മോഷ്ടിക്കാനുള്ള ഒരു പ്രവണതയാണ്. അതൊരു ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡറാണ് എന്നാണ് സൈക്കോളജി പറയുന്നത്. നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥ, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നതോ ആയ ഒരു കുറ്റകൃത്യം അല്ലേ, അതവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു മാനസിക അവസ്ഥയാണ്. അത് കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവരുടെ കൈകൾ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അത് കവരുന്നു അവർക്കിഷ്ടപ്പെട്ട ആ വസ്തുക്കൾ. അങ്ങനെ തന്നെയാണ് പലപ്പോഴും അല്ലേ ചില മാനസിക അവസ്ഥകളുമുണ്ട് കുറ്റകൃത്യങ്ങളുടെ പിന്നിൽ. അതവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആ വാസന അല്ലെങ്കിൽ ആ തെറ്റ് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്. എന്തായാലും ഈ കള്ളൻ നമ്മളെ കഥയുടെ അവസാനം ഞെട്ടിക്കുകയാണ്. ആ കള്ളന് വല്ലാത്തൊരു കുറ്റബോധം തോന്നി അല്ലേ. ആ കുറ്റബോധം അല്ലേ, ഏത് നിമിഷം വേണമെങ്കിലും ഒരു ക്രൂരകൃത്യം ചെയ്യാനായിട്ട് ഇരുന്ന വ്യക്തിയാണ്. പെട്ടെന്ന് അയാൾക്ക് ആ കുറ്റബോധം തോന്നി. അയാൾ വിചാരിക്കുകയാണ്, ഒരു പാവത്തെ വഞ്ചിക്കാൻ പോയതിന് ദൈവം തന്ന കൂലിയാണിതെന്ന്. അപ്പോൾ കുറ്റകൃത്യങ്ങളൊക്കെ അങ്ങനെയാണ്. ചില നിമിഷങ്ങൾ ദൗർഭാഗ്യകരമായ ചില നിമിഷം അല്ലേ, ഒരു ദുർബല നിമിഷം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ദൗർഭാഗ്യം കലർന്ന ഒരു ദുർബല നിമിഷം എന്നൊക്കെ. പെട്ടെന്ന് നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു, വഴുതി പോകുന്നു, നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. വല്ലാത്ത ഒരു തീവ്രമായ ആഗ്രഹം മോഷ്ടിക്കാൻ അല്ലേ. ഈ കള്ളനും അതാണ്, രത്നം മോഷ്ടിക്കാൻ, ആ വയറ്റിൽ കിടക്കുന്ന രത്നം മോഷ്ടിക്കണം. പക്ഷേ വേറൊരു നിമിഷത്തിൽ അയാൾക്ക് കുറ്റബോധം തോന്നിയാണ്. ഇത്രയേ ഉള്ളൂ കുറ്റകൃത്യങ്ങളുടെ കാര്യം. അപ്പോൾ ജയിലുകളൊക്കെ ഇത്തരത്തിൽ ഒരു മാനസിക പരിവർത്തനത്തിന് കാരണമാകണം.
അവിടെയാണ് സത്യം പറഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയും സൈക്കാട്രിസ്റ്റിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. ഇവർക്കൊക്കെ എന്തുകൊണ്ട് ഈ വാസന ഉണ്ടായി? ആ രോഗത്തിനെയാണ് യഥാർത്ഥത്തിൽ ജയിലുകളിൽ ചികിത്സ ഉണ്ടാവേണ്ടത്. ജയിലുകൾ ചികിത്സാലയങ്ങളായി മാറണം. മനസ്സിൻ്റെ ചികിത്സാലയങ്ങൾ, കുറ്റകൃത്യങ്ങൾ ചികിത്സിക്കപ്പെടുന്ന സ്ഥലങ്ങളായി മാറണം. അവിടെ എനിക്ക് തോന്നുന്നു നിയമപാലകർ ഒപ്പം തന്നെ പ്രവർത്തിക്കേണ്ട വ്യക്തികൾ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളുമൊക്കെയാണ്. ഈ ഓരോ കുറ്റകൃത്യം ചെയ്യുന്ന അല്ലെങ്കിൽ കൊടും ക്രൂരതകൾ ചെയ്യുന്നവരെയൊക്കെ പഠിക്കുകയും അവരെ മാനസികമായി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനുള്ള പോംവഴികൾ നിർദ്ദേശിക്കുകയും ചികിത്സകൾ നൽകുകയും അവരെ മാനസികമായി ഒരു പരിവർത്തനത്തിൻ്റെ വഴിയിലോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു ചികിത്സ തന്നെയാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കേണ്ടത്. അതിനു വേണ്ടുന്ന സാഹചര്യങ്ങളായിരിക്കണം നമ്മുടെ ജയിലുകൾ ഒരുക്കേണ്ടത്. അത്തരം പരിവർത്തന കേന്ദ്രങ്ങളായി നമ്മുടെ ജയിലുകൾ മാറേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഒരു സംസ്കാരമുള്ള ഒരു സമൂഹം ഉണ്ടാവുന്നത്. ശിക്ഷകളല്ല, അല്ലേ? ശിക്ഷകൾക്കുപരി ശിക്ഷകൾ നമ്മുടെ ദേഷ്യത്തിൻ്റെ ഒരു ഉൽപ്പന്നം കൂടിയാണ് ശിക്ഷകൾ എന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മളിത് ശോഭിക്കുന്നു, അവനൊരു ശിക്ഷ നൽകണം എന്ന് പറയുമ്പോൾ അത് ശിക്ഷയാണ്. അത് യഥാർത്ഥത്തിൽ മാറ്റം ഉണ്ടാക്കുന്നില്ല. മാറ്റമുണ്ടാവണമെങ്കിൽ ആ കുറ്റവാളിയിലുള്ള കുറ്റവാസന എന്ന രോഗത്തെ ഭേദമാക്കേണ്ടിയിരിക്കുന്നു, മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു, ചികിത്സിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് ജയിലുകൾ അല്ലെങ്കിൽ തടങ്കൽ പാളയങ്ങൾ വിജയിക്കുന്നത്. ജയിൽവാസം ഒരു ശിക്ഷാ കാലയളവായി മാത്രം ഒതുങ്ങരുത്. ശിക്ഷയേക്കാൾ ഉപരി ഒരു സുഖപ്പെടുത്തൽ കേന്ദ്രം കൂടിയാണ്, അല്ലേ? മനസ്സിൻ്റെ രോഗത്തിന് സൗഖ്യം ആവശ്യമാണ്. ആ സുഖപ്പെടുത്തൽ കേന്ദ്രങ്ങളായി ജയിലുകൾ മാറണം. അവിടെയാണ് മാനുഷികത വരുന്നത്. ശിക്ഷയെന്ന് പറയുന്നതും ഒരു കാടത്വം തന്നെയാണ്. അപ്പോൾ ആ കാടത്വം അല്ല നമുക്ക് ആവശ്യം, ചികിത്സകളാണ് ആവശ്യമെന്നും കൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.